ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ പറ്റി പ്രധാനമായും PSC ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും ഒരു മാർക്ക് നമുക്ക് ഷുവറായിട്ട് നേടാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ. ആദ്യമായി ഇന്ത്യയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ടിസ്കോ അഥവാ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് രൂപപ്പെട്ട വർഷം 1909 വെസ്റ്റ് ബംഗാളിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ജംഷഡ്പൂർ എന്നുള്ള സ്ഥലത്ത്, വെസ്റ്റ് ബംഗാളിലെ ജംഷഡ്പൂർ എന്ന സ്ഥലത്ത്, അതായത് ജംഷഡ്ജി ടാറ്റയുടെ പേരിൽ സ്ഥാപിതമായ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ടിസ്കോ അഥവാ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് 1919 വന്ന ഇസ്കോ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന ഇസ്കോ. പൊതുമേഖലയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണ കമ്പനിയാണ് ഇസ്കോ എന്ന് പറയുന്നത്. അതും വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. വെസ്റ്റ് ബംഗാളിലെ കുൾട്ടി, ബാരൻപൂർ, ഹിരാപൂർ എന്നുള്ള സ്ഥലങ്ങളിലാണ് ഇസ്കോ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ കർണാടകയിൽ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി വന്ന സ്റ്റീൽ പ്ലാന്റ് ഏത്? PSC ക്വസ്റ്റ്യൻ ആണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി രൂപപ്പെടുത്തിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. 1923 കർണാടകയിലാണ് സ്ഥാപിതമാകുന്നത്. അതിനുശേഷം 1959 മൂന്നെണ്ണം എന്തിൽ വന്നു? നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. 3 ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടത്. അതിലൊന്നാണ് ഭിലായി. 3 ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നിങ്ങനെയാണ്. അത് നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിലേക്ക് പഠിക്കും. ഭിലായി സ്ഥാപിതമായത് 1959 ഛത്തീസ്ഗഡിലാണ്. ഇവൻ വന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ആരുടെ സഹായത്തോടു കൂടിയാണ്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് വന്നത്. മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് രൂപപ്പെടുന്നത്. ഇത് ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ഫലമായി കൂടെയാണ് ഈ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്ന് പറയുന്ന സാധനങ്ങൾ, പിന്നെ ബൊക്കാറോ എന്ന് പറയുന്ന സ്റ്റീൽ പ്ലാന്റ്, ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാനുള്ള സ്റ്റീൽ പ്ലാന്റ്സ് രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഏതൊക്കെ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് വന്നതെന്നും ഇന്ന രാജ്യത്തിന്റെ സഹായത്തോടു കൂടി വന്ന പ്ലാന്റ് ഏതാണ് എന്നും ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ തൊട്ടടുത്തായി നോക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. ഇത് 3 വന്നത് 1959 പറഞ്ഞായിരുന്നു. 1959 പറഞ്ഞായിരുന്നു. ഈ ഭിലായി വന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൂർക്കേല 1959 തന്നെയാണ് വന്നിരിക്കുന്നത്. ഒഡീഷ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ജർമ്മനിയുടെ സഹായത്തോടു കൂടി. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലൊന്നാണ് ഈ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കുക. ജർമ്മനിയുടെ സഹായത്തോടു കൂടി വന്ന നമ്മുടെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ് എന്ന് ചോദിക്കും. ജർമ്മനിയുടെ സഹായത്തോടു കൂടി വന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല റൂർക്കേലയാണ്. 1959 ഒഡീഷയിലാണ്. അതേപോലെ തന്നെയാണ് ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 59 തന്നെയാണ് വന്നത്. ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് നോക്കിക്കൊള്ളുക. PSC നിരന്തരമായിട്ട് ചോദിക്കുന്ന പോയിന്റ്സ് മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലൊന്നാണ് ബൊക്കാറോ. പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ എന്ന് പറയുന്നത്. 1964 വന്നത്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് വന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്? ജാർഖണ്ഡിലാണ്. 1964 എന്ന് പറയുന്ന വർഷത്തിൽ വരുന്നു. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് വരുന്നത്. പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതെന്ന് ചോദിച്ചാൽ അത് ബൊക്കാറോയാണ്. ആദ്യമായി വന്നത് ഏതെന്ന് ചോദിച്ചാൽ ടിസ്കോയാണ്. പൊതുമേഖലയിലെ ആദ്യത്തേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇസ്കോയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തേത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ 1923 വന്ന വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. പിന്നെ എവിടെ ചോദിക്കുന്ന കാര്യം ഭിലായി, റൂർക്കേല, ദുർഗാപൂർ ആരുടെയൊക്കെ സഹായത്തോടു കൂടി വന്നു എന്നുള്ളതാണ് കൂടുതലും ചോദിച്ച് കാണാറുള്ളത്. ഇനി ഈ പ്ലാന്റ്സുകൾ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്നുള്ളത് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.